ഞാനൊന്ന് ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് നിങ്ങൾ യൂട്യൂബേഴ്സ് മറ്റ് സബ്ജക്റ്റുകൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് ഇരിക്കുന്നത്? കാരണം ഇപ്പം നമ്മുടെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇതിപ്പം യുദ്ധത്തിന്റെ കാര്യമാണ് കേട്ടോ. ഇവിടെ ഞാനിപ്പോൾ പറയാൻ പോകുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്കറിയാലോ ഇവിടുത്തെ ന്യൂസിൽ വരുന്ന ഒരുപാട് കാര്യങ്ങൾ ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലും വരുന്നത്. കാരണം പുറത്ത് കിടക്കുന്ന ഓരോ ആൾക്കാരെയും പറ്റിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിൽ ഇവിടുത്തെ സംസാരവും കാര്യങ്ങളൊക്കെ. അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം തൊടാഞ്ഞത്. ഞങ്ങൾ ഈ പറയുന്ന രാഹുൽ മാങ്കോട്ടും രേണുസുതി പിന്നെ എന്തെങ്കിലും വിഷയങ്ങളോ ഈ അടുത്തൊരു കൊല്ലത്തിലെ ഒരു പയ്യന്റെ കേസ് കിട്ടുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചു പോകുമായിരുന്നു. പിന്നെ ഇവിടുത്തെ ന്യൂസിൽ വരുന്ന കാര്യങ്ങളൊക്കെ ഫേക്കാണ്. കാരണം പുറത്ത് അത്ര വലിയ സംഭവങ്ങളൊന്നും കാര്യങ്ങളൊന്നും വലുതായിട്ടില്ലായിരുന്നു. പക്ഷെ ഇന്നലെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിനെ പേഴ്സണലി 2-3 ആൾക്കാർ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കറിയാവുന്ന ഒരു ചേച്ചി, പിന്നെ എൻ്റെ ഒരു കസിൻ സിസ്റ്ററും അവൾ എന്നെ വിളിച്ചൊരു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഇച്ചിരി ഇതാടാ, അവിടെ 2 മരണം നടന്നാൽ ഒന്നേ പറയത്തുള്ളൂ, 2 അല്ലേ 3 മരണം നടന്നപ്പോൾ അങ്ങോട്ട് ഒരെണ്ണത്തിൻ്റെ കേസ് കേട്ട് മാധ്യമം അവർ പുറത്തു വിട്ടിട്ടുള്ളായിരുന്നു. ഓക്കെ, അപ്പം കൂടുതലും നമ്മൾ ഇവിടെ കിടന്ന ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ കിടന്ന് ചർച്ച ചെയ്യുമ്പോൾ ഇവിടെ കിടന്ന പേരൻസിൻ്റെയൊക്കെ ചങ്കിടിക്കും. അതുകൊണ്ടാണ് കൂടുതൽ ഇതിനെക്കുറിച്ച് ഒന്നും ചെയ്യാഞ്ഞത്. അപ്പോൾ എനിക്കിന്നൊരു വ്യക്തി എന്നെ വോയിസും കാര്യങ്ങളൊക്കെ ഇടുകയൊക്കെ ചെയ്ത് ഇന്ന പോലെ നിങ്ങൾ എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊന്ന് പറ, ഞാൻ എൻ്റെ വീഡിയോയിൽ അത് ആഡ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഈ ഇറാൻ കപ്പൽ നമ്മുടെ കൊച്ചിയുടെ വന്നിട്ടുണ്ടെന്നല്ല, അവർ ഫെബ്രുവരി 28 റിക്വസ്റ്റ് അയച്ചിട്ടുണ്ടായിരുന്നു. ഈ മാർച്ച് 4 കൊടുക്കുകയൊക്കെ ചെയ്ത് 183 ആൾക്കാരെ നമ്മുടെ കൊച്ചിയിൽ അവർ സേഫ് ആയിട്ടുണ്ട്. അറിയാലോ, ഇപ്പോൾ ഇറാൻ പോലുള്ള രാജ്യത്തൊക്കെ വമ്പം വിഷയം നടന്നുകൊണ്ടിരിക്കുകയാണ്, വമ്പം വിഷയം. ഞാൻ അവിടെ ജോലി ചെയ്ത ഒരു വ്യക്തി, എൻ്റെ ആദ്യത്തെ ശമ്പളം ഞാൻ ഇറാൻകാരുടെ നിന്നാണ് മേടിച്ചത്. എൻ്റെ ആദ്യ ശമ്പളം എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ഒരു ഡെലാറ ഷിപ്പിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്, ബൂഷിയാർ എന്ന് പറയുന്ന സ്ഥലം. അവിടുത്തെ ആൾക്കാർ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എന്താ പറയുക, ഞാൻ നിന്ന ആ ഭാഗത്തിലെ അവന്മാരെന്നൊക്കെ പറഞ്ഞ് ക്രൂരമായിട്ടുള്ള കുറേ സ്വഭാവമുള്ളവരൊക്കെയാണ്. ഈ എന്താ പറയണ്ടേ, മനുഷ്യനോടൊരു ബഹുമാനമോ കാര്യങ്ങളൊന്നുമില്ല. ഈ ജാതി അങ്ങനെയൊക്കെയുള്ള കുറച്ച് വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അതിനെക്കുറിച്ച് ഞാൻ ഇവിടെ സംസാരിക്കുന്നൊന്നുമില്ല. എന്തായാലും ഇന്നത്തെ ന്യൂസ് ചെറുതായിട്ടൊന്ന് വെക്കാം, അതുപോലെ തന്നെ ആ വോയിസും കൂടെ വെക്കാം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതുപോലുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യണമെങ്കിൽ നിങ്ങൾ പറ, ഞാൻ ചർച്ച ചെയ്യണോ വേണ്ടതെന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. കാരണം നമ്മൾ പറയുമ്പോൾ ചില കാര്യങ്ങൾ സത്യമാണെങ്കിൽ സത്യമായിട്ട് പറയും, അല്ലാതെ ഈ ന്യൂസുകാരെ പോലെ ഭീതി കയറ്റാനൊന്നും എനിക്കറിയത്തില്ല. അത് അങ്ങനെയാണ് ഇങ്ങനെയാണ്, എൻ്റെ പൊന്നോ അവിടെ ഇത്രയും എത്ര സീനാണെന്നൊന്നും പറയാനൊന്നും നമ്മളെ കൊണ്ട് പറ്റൂല. ഉള്ള കാര്യം തുറന്ന് പറയാലോ, ഉള്ള കാര്യമാണെങ്കിൽ അത് പറയും. ഓക്കെ, എന്തായാലും നമുക്ക് ഇന്നത്തെ കൊച്ചിയിലെ ഒരു ന്യൂസ് ഒന്ന് കേട്ടിട്ട് വരാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ് ചെയ്തോ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കൊടുത്തോ. ഓക്കെ, എന്തായാലും ഇന്ത്യ ഈ കാര്യം ചെയ്തതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ല കാര്യം. കാരണം എന്ന് വെച്ചാൽ ഇപ്പം അത്രയും ഒരു പ്രശ്നം നടക്കുന്ന സമയത്ത് അതൊരു നല്ല കാര്യം തന്നെയാണ്. പിന്നെ അറിയാലോ, ശ്രീലങ്കയിൽ ഈ ഇടയ്ക്ക് ഒരു കപ്പൽ 2 ദിവസം മുമ്പ് ഒരു കപ്പൽ ഭസ്മമായി പോയായിരുന്നു. അങ്ങ് ഇല്ലാത്ത രീതിയിൽ അങ്ങ് ആക്കി വിട്ടവന്മാർ. ഇപ്പോൾ ഒരു കപ്പൽ ശ്രീലങ്കയിലും ഒന്നിപ്പോൾ നമ്മുടെ കൊച്ചിയിലുമാണ് വന്ന് ഇരിക്കുന്നത്. എന്തായാലും നമുക്ക് ആ ഒരു ന്യൂസ് കേൾക്കാം. അതിലിട്ട് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ വോയിസ്. അതിനറിയാവുന്ന കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്, അത് ഒന്ന് കേൾക്കുക. മോഹൻ വർഗീസ് കൂടി നമ്മളൊപ്പം ടെലിഫോണിൽ ചെയ്യുന്നുണ്ട്. ശ്രീ മോഹൻ വർഗീസ്, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഈ കഴിഞ്ഞ മിനിറ്റിൽ പുറത്തു വന്നത്. കേന്ദ്ര സർക്കാർ തന്നെ അത്തരത്തിൽ വിവരങ്ങൾ പുറത്തു വിടുന്നുണ്ട്. ഒരു ഇറാൻ കപ്പലിന് ഇന്ത്യ അഭയം നൽകി എന്നുള്ളതാണ്. നിലവിലെ യുദ്ധ സാഹചര്യങ്ങളും ഒക്കെ ഒരു വശത്തുണ്ട്. പക്ഷേ ഇതിപ്പോൾ കഴിഞ്ഞ മാസം 28-ാം തീയതി ഇറാൻ ഒരു റിക്വസ്റ്റ് ഇട്ടു, അതിന് ഇന്ത്യ മറുപടി നൽകുന്നു. ഈ കഴിഞ്ഞ 4-ാം തീയതിയാണ് കപ്പൽ കൊച്ചി തുറമുഖത്ത് നങ്കൂരമിട്ടിരിക്കുന്നത്. അതിലെ 183 നാവികരും ഈ കൊച്ചിയിലെ നാവിക കേന്ദ്രങ്ങളിലായി പാർപ്പിച്ചിരിക്കുകയാണെന്ന കാര്യം മനസ്സിലാവുന്നു. അതായത് മറ്റൊരു കപ്പൽ ഇതേപോലെ അല്ലെങ്കിൽ കൂടി തന്നെ മറ്റൊരു കപ്പൽ ശ്രീലങ്ക അഭയം നൽകിയിരിക്കുകയാണ് ഇറാന്റെ. അപ്പോൾ ഇതുമായി നേരിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുന്ന വിധത്തിലല്ല ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ. അതായത് സംഘർഷവുമായി ബന്ധപ്പെട്ട കപ്പലാണോ എന്നും നമുക്ക് അറിയില്ല. എങ്കിലും ഇന്ത്യൻ ഇപ്പോഴത്തെ നിലപാടിനെ ഏത് രീതിയിൽ കാണാം? പ്രാഥമികമായി പറയട്ടെ, ഇന്ത്യൻ നിലപാട് ഏറ്റവും ശ്ലാഘനീയമായ കാര്യമാണ്. കാരണം ആപത്തിൽപ്പെട്ട് സഹായം അഭ്യർത്ഥിക്കുന്നവർക്ക് സഹായം നൽകുക, അതിന് കൂടുതൽ ന്യായീകരണങ്ങളോ കൂടുതൽ വരുമാനാഴികളോ നോക്കേണ്ട കാര്യമില്ല. ഇതൊരു കപ്പലാണ്, 180-ൽ പരം ജീവനാണ്. സത്യം, 183-ഓളം ജീവനും കാര്യങ്ങളും ഉണ്ട് അവിടെ. ശരിയാണ്, എന്തെങ്കിലും വാശിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പോലും അത് വേണ്ടാന്ന് വെക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അത് എവിടെ ആണെങ്കിലും ഉള്ള കാര്യം ഞാൻ പറയുന്നത്. പിന്നെ എൻ്റെ ഒരു അഭിപ്രായം വെച്ച് നോക്കുവാണെങ്കിൽ നമ്മളാണ് അവിടെ ചെന്ന് പെടുന്നെങ്കിൽ ഇവന്മാരത് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. ഇറാൻകാരുടെ രീതി വെച്ച് ഞാൻ സംസാരിക്കുകയാണ്, അനുഭവം ഉണ്ടായിട്ടും പറയുകയാണ്. ചില സ്ഥലങ്ങളിലെ കാര്യമാണ് പറയുന്നത്. ഞാൻ ആ ബൂഷിയാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് മാത്രമേ നിന്നിട്ടുള്ളൂ. അവരുടെ രീതി സ്വഭാവങ്ങൾ എന്നൊക്കെ പറയുമ്പം എന്താ പറയണ്ടേ, ഒരു വല്ലാത്ത ഇതാണ്. ഉള്ള കാര്യം പറയാം, എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. പക്ഷെ നമ്മൾ അറിയാമല്ലോ, നമ്മുടെ ജീവിതത്തിന് വേണ്ടി നമ്മൾ പോവുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഷിപ്പാണ്. ഞാൻ ആ സമയത്ത് അവിടെയാണ് പെട്ടുപോയെന്ന് എനിക്ക് പറയാം. എന്നോട് ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് സംസാരിക്കുമൊന്നുമില്ല, അതൊരു വേറൊരു കഥയാണ്.
ഓക്കെ, എന്തായാലും ഒരു പക്ഷെ നമ്മളാണ് അവിടെ ചെന്ന് പറ്റുന്നതെങ്കിൽ ഇവന്മാരെ ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അങ്ങോട്ട് നമ്മുടെ 10-38 ആൾക്കാർ ഇപ്പോഴും അവന്മാരെ ജയിലിൽ കിടപ്പുണ്ട് ഇപ്പോഴും. ഓക്കെ, അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. ലവാൻ എന്ന കപ്പലിന് കൊച്ചിയിൽ ഇന്ത്യ തൽക്കാലത്തേക്കെങ്കിലും അഭയം നൽകി എന്ന് പറയുന്നത് യുദ്ധത്തിൽ അകപ്പെട്ട് നിൽക്കുന്ന ഇറാനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും വലിയൊരു ആശ്വാസമാണ്. കാരണം ഭാരതത്തിന് ചില നിയതമായ ചട്ടങ്ങളും നിലപാടുകളും ഉണ്ടാകേണ്ടതാണ്. പലപ്പോഴും മറ്റൊരു കപ്പലിന്റെ കാര്യം നമ്മൾ കണ്ടതാണ്. 2 ദിവസം മുൻപ് ശ്രീലങ്ക തീരത്തിന് 40 നാട്ടിക്കൽ മൈൽ അകലെ വലിയ വിപത്തിൽപ്പെട്ട ഒരു കപ്പൽ മുങ്ങി വലിയ നാശനഷ്ടങ്ങളാണ് സംഭവിച്ചത്. കാര്യമായി ഒന്നും ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ല. ഇന്ത്യയോട് സഹായം അഭ്യർത്ഥിച്ചതുമില്ല. സഹായം അഭ്യർത്ഥിച്ചിരിക്കുന്നു. ഈ കപ്പൽ യുദ്ധത്തിൽ പങ്കെടുത്ത് വരുന്ന കപ്പലൊന്നുമല്ല. അതുകൊണ്ട് സമാധാനകാലമായി യുദ്ധമേഖലയ്ക്ക് വെളിയിൽ കൂടെ പോകുന്ന ജലയാനങ്ങൾ, സമാധാനമായി നീക്കുന്ന യാനങ്ങൾ ഒരു ആപത്തിൽപ്പെട്ടാൽ, ഒരു ദുരന്തത്തിൽപ്പെട്ടാൽ ന്യായമായും അഭയം നൽകുക എന്നത് ഒരു മനുഷ്യത്വത്തിന്റെ വിഷയമാണ്. ഭാരതം കാട്ടിയിരിക്കുന്നത്. നോക്കൂ, ഇവിടെ ഭാരതം കഴിഞ്ഞ 2 ദിവസമായി ഇന്ത്യ നേരിടുന്ന വലിയൊരു ഡിപ്ലോമാറ്റിക് പ്രഹേളികയുണ്ട്. അമേരിക്ക നിരന്തരം നടത്തുന്ന പ്രസ്താവന സാഹിത്യം, ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തുനിന്ന് വരുന്നത്, അല്ലെങ്കിൽ അമേരിക്കയുടെ ട്രഷറി സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് വരുന്നത്, ഇതെല്ലാം തന്നെ ഇന്ത്യക്ക് വലിയ അലോസരമാണ്. ഇന്ത്യ എന്തുകൊണ്ട് ഒരു നിലപാടെടുക്കുന്നില്ല? കപ്പലിന്റെ വിഷയത്തിൽ മാത്രമല്ല, മറ്റു വിഷയങ്ങളിലും എന്തുകൊണ്ട് നിലപാടെടുക്കുന്നില്ല? റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്ന കാര്യത്തിൽ ഉൾപ്പെടെ കൃത്യമായ നിലപാടെടുക്കാൻ, അത് പ്രഖ്യാപിക്കാൻ ഇന്ത്യക്ക് കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു നിലപാടെടുത്തിരിക്കുന്നു. യുദ്ധത്തിൽ ഉള്ള രാജ്യമാണ്. ആ രാജ്യത്തിന്റെ കപ്പൽ ഏത് തരം കപ്പലാണെന്ന് നോക്കാതെ ഒരു നിലപാടെടുത്തിരിക്കുന്നു. ഇന്ത്യയുടെ തീരത്ത് കൊച്ചി കടലിൽ കേരളത്തിന്റെ അതിഥിയായി ആ കപ്പൽ എത്തിയിരിക്കുന്നു. അത് തീർച്ചയായും അതൊരു നിലപാടാണ്, തീരുമാനമാണ്, സ്വാഗതാർഹം. ആ നിലപാട് ഈ നിലപാടും തമ്മിൽ എന്തിനാ കൂട്ടിക്കൊഴിച്ചെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവരെന്തി തേങ്ങ പറയുന്നേ? ഒന്നും മനസ്സിലാവുന്നില്ല. ഈ ന്യൂസുകാർ ഇച്ചിരി എരിവും പുളിയൊക്കെ കയറ്റി വിടുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ, അത് അവിടെ നിൽക്കുന്ന ഒരുപാട് മലയാളികളും പെൺകുട്ടികളാണെങ്കിൽ പോലും അവരൊരുപാട് ടെൻഷൻ അടിച്ച് ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടുന്നുണ്ട്. ദേവി അത് ന്യൂസിലുള്ളവരുടെ പ്രത്യേകിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എരിവും പുളിയും ഒന്നും കയറ്റി കൊടുക്കരുത്. അത്രേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. ഇനി വേറൊരു ന്യൂസും കൂടെ ഞാൻ വെച്ചുതരാം. നിക്കേ. ഓക്കെ, ട്രംപല്ല ആര് പറഞ്ഞാലും ചെയ്യില്ല. കാരണം ഇന്ത്യയുടെ പൊതു സ്വഭാവമാണ് രാഷ്ട്രീയ അഭയവും ആ തരത്തിലുള്ള സപ്പോർട്ടും തേടി വരുന്നവർ ഇന്നേ വരെ ഇന്ത്യ തള്ളി പറഞ്ഞിട്ടില്ല. അത് ദലൈലാമയുടെ കാര്യത്തിലായാലും അതിന്റെ പേരിലാണ് ചൈനയുമായിട്ട് യുദ്ധം ഉണ്ടായത്. ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രി പദത്തിലിരിക്കെ അവിടെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം ഉണ്ടായപ്പോൾ രക്ഷപ്പെട്ട രീതിയിലേക്കാണ് വിട്ടുകൊടുക്കാൻ ബംഗ്ലാദേശ് പറഞ്ഞപ്പോൾ കൊടുത്തില്ല. എന്നാൽ ഇറാന്റെ കാര്യത്തിൽ ആ പാരമ്പര്യം കാത്തു സൂക്ഷിക്കും. ഈ കപ്പലിന് സംരക്ഷണം നൽകും. അമേരിക്ക വേറെ ആര് പറഞ്ഞാലും ഇന്ത്യ വിട്ടുകൊടുക്കാൻ പോകുന്നില്ല. ഇന്ത്യക്ക് വിട്ടുകൊടുക്കാൻ ഇവിടെ ഇപ്പോൾ സാഹചര്യങ്ങൾ മറ്റൊന്നാണ്. ട്രംപ് കടുംപിടുത്തം തന്നെ പിടിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ട്രൂ സോഷ്യലിൽ വന്നിരിക്കുന്ന ട്രംപിന്റെ ഒരു പ്രതികരണം നമ്മൾ കണ്ടത് ഇറാന്റെ ഒരു കൃത്യമായ അന്ത്യശാസനം പോലെയാണ് അത് തോന്നുന്നത്. കാരണം ഈ കീഴടങ്ങുക എന്നതല്ലാതെ മറ്റു മാർഗം ഇറാൻ ഇല്ല. മറ്റൊരു കരാറുമായി അമേരിക്ക ഇറാനുമായി ഏർപ്പെടാൻ പോകുന്നില്ല. കീഴടങ്ങുക എന്നത് മാത്രമാണ്. അതോടൊപ്പം തന്നെ അതിനു മുൻപേ വന്ന മറ്റു പ്രസ്താവനകൾ, എത്ര കപ്പലുകൾ ഇറാനുണ്ടോ ആ കപ്പലുകളെ എല്ലാം സമുദ്രത്തിനടിയിലേക്ക് മുക്കിക്കളയും, അതാണ് ലക്ഷ്യം വെക്കുന്നതെന്ന് പറയുന്നു. ഇതിപ്പോൾ 1ാമത്തെ കപ്പൽ അവിടെ ശ്രീലങ്കൻ തീരത്തിനടുത്ത് 70 കിലോമീറ്റർ മാത്രം മാറി കപ്പൽ മുക്കിയിരിക്കുന്നു, അന്തർവാഹിനി US-ന്റെ. അതിന് പിന്നെ 2ാം കപ്പൽ വരുന്നു എന്നൊരു വിവരം നേരത്തെ ഉണ്ടായിരുന്നു. അതിന് ശ്രീലങ്ക അഭയം നൽകിയിരിക്കുകയാണ്. ഇതിപ്പോൾ ജെയിംസ് പറഞ്ഞതുപോലെ കഴിഞ്ഞ മാസം 28-ാം തീയതി ആണെങ്കിൽ പോലും ഈ നിലവിലെ സാഹചര്യം നോക്കുമ്പോൾ ഈ ഇന്ത്യൻ തീരത്ത് അല്ലെങ്കിൽ ഇന്ത്യ ഒരു ഇറാൻ കപ്പലിന് അഭയം നൽകിയിരിക്കുന്നു. അത് സാങ്കേതിക പിഴവായാലും ശരി, മറ്റു ട്രംപിന് വേറെ പണിയൊന്നുമില്ലേ? അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുക. ഞാനിവിടെ കിടന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല അല്ലേ? അവിടെ യുദ്ധം നടക്കുന്നതിന് ഞാനിവിടെ കിടന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. അദ്ദേഹത്തിന്റെ ഈ അടുത്ത സമയത്ത് കുറച്ച് ഡോക്യുമെന്ററിയും കാര്യങ്ങളൊക്കെ പുറത്തൊക്കെ വരികയൊക്കെ ചെയ്തതാണല്ലോ. അപ്പോൾ ഒക്കെ അവൻ്റെയൊക്കെ തനിക്കുണവും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായതാണ്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ബാക്കിയും കൂടെ നമുക്ക് വെക്കാം. ശരി, ഒരു ഇറാൻ കപ്പലിന് ഇന്ത്യ അഭയം നൽകിയത് ഒരു പ്രധാനപ്പെട്ട നയതന്ത്ര വിഷയം കൂടിയായി മാറുകയില്ലേ? ഒരു നയതന്ത്ര പ്രശ്നമില്ല. ഒരു സാങ്കേതിക തകരാറ് വന്ന ഒരു കപ്പലിന് ഏത് രാജ്യത്താണുള്ളത് അവിടെ അഭയം നൽകുന്നത് സ്വാഭാവികമാണല്ലോ. എന്ന് മാത്രമല്ല, ഈ ശ്രീലങ്ക പോലെ ഒരു ചെറിയ രാജ്യം അവിടെ ഈ അപകടത്തിൽപ്പെട്ട കപ്പലിൽ നിന്ന് 32 പേരെ രക്ഷപ്പെടുത്തുകയും മറ്റേ 2ാമതൊരു കപ്പൽ അവിടെ ബുഷർ എന്നുള്ള കപ്പല് അവിടെ 208 ജീവനക്കാരുമായിട്ട് വന്നു. ആ കപ്പലിന് ശ്രീലങ്ക അഭയം കൊടുത്തിരിക്കുന്നു. അതിന് 208 ജീവനക്കാരെയും ശ്രീലങ്ക കൊളംബോയിൽ കൊണ്ടുപോയി സംരക്ഷിക്കുകയാണ്. ഇത് ഇന്ത്യയെ പോലൊരു മഹാരാജ്യം 140 കോടി ജനങ്ങളുള്ള ഇന്ത്യക്ക് ആണ് സംരക്ഷിക്കാൻ പറ്റാത്തത്. ശ്രീലങ്കയെ പോലെ കൊച്ചു രാജ്യത്തിന് സംരക്ഷിക്കാൻ പറ്റുമെങ്കിൽ ഇത് ഹ്യൂമാനിറ്റേറിയൻ കേസാണ്. അതെ, ശ്രീലങ്ക പോലുള്ള ഒരു രാജ്യം, ഒരു കൊച്ചൊരു രാജ്യം ഇത്ര ആൾക്കാരെ സംരക്ഷിക്കാമെങ്കിൽ നമുക്ക് ഇന്ത്യക്കാർക്ക് നിസ്സാരമായിട്ട് പറ്റും. പിന്നെ അറിയാലോ, ഇപ്പോൾ കേരളം ഭരിക്കുന്നത് ഇന്ത്യ ഭരിക്കുന്നത് മോദിയാണ്.
എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെ. യുദ്ധകാര്യത്തിലാണെങ്കിൽ പുള്ളി ഇങ്ങോട്ടൊന്ന് വന്നാൽ അങ്ങോട്ട് 3 എണ്ണം അടിക്കും. കാര്യം ആ കാര്യത്തിൽ പുള്ളിക്കാരൻ ഭയങ്കര ഫാസ്റ്റാണ്. ആ കാര്യത്തിൽ നമ്മൾ അംഗീകരിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമാണ്. ഒന്നുമില്ല, പോയി അടിച്ചിട്ട് വേണം മക്കളെ എന്നും പറഞ്ഞ് അങ്ങോട്ട് പറഞ്ഞു വിടും. രാവിലത്തെ എല്ലാം ഭസ്മാക്കി വിടുന്ന ഒരു ഇതാണ്. ഓക്കെ, ഞാൻ ഈ ഒരു വിഷയം ചർച്ച ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് പറയാം. നാളെ മുതൽ ഞാൻ കറക്റ്റായിട്ട് A to Z കാര്യങ്ങൾ തിരക്കിയിട്ടാണെങ്കിലും ഞാൻ നിങ്ങളോട് പറയും. ഇവരന്മാരെ പോലെ ഇന്ന് തള്ളത്തില്ല. എന്തായാലും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വോയിസ് അത് നിങ്ങളിരുന്ന് കേൾക്കണം. ഓക്കെ, ആ ഒരൊറ്റ റീസൺ കൊണ്ടാണ് ഞാനിത് ഈ ഒരു വിഷയം ചെയ്യാനിരുന്നത് തന്നെ. ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് നിങ്ങളെ യൂട്യൂബേഴ്സും മറ്റ് സബ്ജക്റ്റുകൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് ഇരിക്കുന്നത്? കാരണം ഇപ്പോൾ നമ്മുടെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം നടക്കുന്നു. പ്രവാസികളായിട്ടുള്ള കുറേയധികം നമ്മുടെ മലയാളികളെല്ലാം GCC കൺട്രീസിൽ സ്പ്രെഡ് ചെയ്ത് കിടക്കുവാണ്. അപ്പൊ ഇത്രയും ഒരു നമുക്ക് ഭയാനകമായിട്ടുള്ള ഒരു കാര്യങ്ങൾ മുന്നിൽ നിൽക്കുമ്പോഴത്തേക്ക് നിങ്ങളൊക്കെ എന്താണ് ഇതേ തുടർന്ന് വീഡിയോ ചെയ്യുന്നത് വളരെ അനിവാര്യമായ കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഈ ഒരു യുദ്ധം നമ്മുടെ ഇന്ത്യയെ നേരിട്ട് ബാധിക്കുന്നില്ലെങ്കിൽ പോലും പല കാര്യങ്ങൾ, അല്ലാതെ വ്യവസായത്തിലാണെങ്കിലും പല പല കാര്യങ്ങളിലും നമ്മളെ വളരെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന ഒരു വിഷയമാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സബ്ജക്റ്റ് GCC കൺട്രീസിലുള്ള മലയാളീസിന് മാത്രമല്ല, ഇങ്ങനെ ഒരു യുദ്ധം നടക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ വരും. അത് സാമ്പത്തികപരമായിട്ടാണെങ്കിലും ഡോളറിന്റെ ഇടിവിലാണെങ്കിലും അങ്ങനെയുള്ള കുറെ അധികം കാര്യങ്ങൾ ഇതിനകത്ത് മാറ്റം വരാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇറാനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമ്മളിപ്പം ഇറാനെ അവിടുത്തെ പരമോപകാരമായിട്ടുള്ള പുള്ളി മരിച്ച സ്ഥിതിക്ക് നമ്മൾ ഇന്നലെ അനുശോചനം അറിയിച്ചു. നമ്മൾ ഇത്ര നാള് നമ്മുടെ നിലപാട് വ്യക്തമാക്കാതെ നമ്മൾ മാറി നിൽക്കുമായിരുന്നു. അപ്പൊ ഇന്നലെ മാത്രമാണ് നമ്മൾ അനുശോചനം അറിയിച്ചുകൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രി രംഗത്തോട്ട് വരികയും നമ്മൾ അതിനകത്ത് ഒപ്പുവെക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ നിന്നൊക്കെ നമ്മൾ ഒരിക്കലും നമ്മൾ തോറ്റ് പിന്മാറുകയല്ല. നേരത്തെ നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു ചോരയും വെള്ളവും ഒരുപോലെ ഒഴുകത്തില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറാൻ ഒരു തീവ്രവാദ പ്രവർത്തനം അങ്ങനെയുള്ള ഒരു കൺട്രിയാണ്. അപ്പൊ നമ്മൾ അതിനെ ഒരിക്കലും അനുകൂലിക്കത്തില്ല. പകരം നമ്മൾ ഇസ്രായേലിനെയാണ് അനുകൂലിച്ച് നിൽക്കുന്നതെന്നാണ് അതിനകത്തുനിന്ന് വ്യക്തമായിരുന്നത്. പക്ഷെ ഇപ്പം ഇങ്ങനെ ഒരു നിലപാട് വന്നതുകൊണ്ടും അതിനോടൊപ്പം തന്നെ ഇപ്പം ട്രംപ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ അമേരിക്ക അനുവദിച്ചു എന്നുള്ള ഒരു വാർത്ത ഇപ്പം കണ്ടുവരുന്നുണ്ടായിരുന്നു. അപ്പം അതിന്റെ ഒരു അർത്ഥം എന്ന് പറയാൻ ഒരിക്കലും നമ്മള് അമേരിക്കയുടെ മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കുക അല്ലെങ്കിൽ അമേരിക്ക പറയുന്നത് അനുസരിച്ച് നിൽക്കുക എന്നൊന്നുമല്ലല്ലോ. ഞാൻ എന്റെ ഒരു അഭിപ്രായമാണ് പറയുന്നത്. അപ്പം അതിനകത്ത് നമുക്ക് ഒരു സ്ട്രാറ്റജി ഉണ്ടായിരിക്കണം. നമുക്കൊരു സ്ട്രാറ്റജി ഉണ്ട്, അത് തന്നെ ആയിരിക്കണം അതിന്റെ നിലപാട്. അപ്പം ഒരിക്കലും നമ്മൾ ഒരു അനുശോചനം അറിയിച്ചു അല്ലെങ്കിൽ അമേരിക്ക ഇതുപോലെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ അനുമതി കൊടുത്തു എന്ന് പറയുമ്പോൾ ഒരിക്കലും നമ്മൾ അമേരിക്കയുടെ ഒരു കളിപ്പാവകളല്ല എന്നുള്ള ഒരു കാര്യമാണ് എനിക്കതിനകത്ത് മനസ്സിലായത്. നമ്മൾ നേരത്തെ തന്നെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിച്ചിരുന്നതാണ്. നമ്മൾ സൗദി അറേബ്യയിൽ നിന്ന് വാങ്ങുന്നേക്കാളും കൂടുതൽ എണ്ണ റഷ്യയിൽ നിന്നാണ് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ബിസിനസ് ബന്ധമുള്ള ഒരു രാജ്യമാണ് ഇറാൻ. അപ്പം അവരെ നമുക്ക് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ദൂരം കുറവുള്ള രാജ്യമാണ്. പിന്നെ റഷ്യയിൽ നിന്ന് എന്തുകൊണ്ട് നമ്മൾ എണ്ണ വാങ്ങിക്കുന്നത് കുറച്ചു എന്ന് വെച്ചാല് നമുക്ക് എപ്പോഴും ഒരു മ്യൂച്വൽ ആയിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് പോകണം. അത് ബാലൻസ് ചെയ്ത് പോവുക എന്ന് പറയുമ്പോൾ അത്ര ഒരു ചെറിയ കാര്യമല്ല. നമുക്ക് എല്ലാ രാജ്യങ്ങളും വേണം. അപ്പൊ എല്ലാ രാജ്യങ്ങളും തുല്യമായിട്ട് ബാലൻസ് ചെയ്തോട്ട് പോകുന്നിടത്താണ് ഒരു രാജ്യത്തിന്റെ ആ ഒരു സുരക്ഷിതത്വം ഉള്ളതെന്നാണ് എനിക്ക് പേഴ്സണലി മനസ്സിലായിട്ടുള്ള കാര്യം. അപ്പം ഇപ്പം വരുന്ന മാധ്യമങ്ങളിൽ വരുന്ന ചർച്ച എന്ന് വെച്ചെങ്കിൽ അമേരിക്ക പറഞ്ഞാൽ നമ്മുടെ മുട്ടിടിക്കും. അപ്പം റഷ്യൻ പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ പുടിനേക്കാളും നമ്മൾ പേടിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെയാണെന്നൊക്കെ അങ്ങനെയൊക്കെ എന്തിനാണ് പറഞ്ഞ് പടച്ചു വിടുന്നത്. അപ്പം കഴിഞ്ഞ ഇടയ്ക്കാണെങ്കിൽ അമേരിക്ക എന്തെങ്കിലും നമുക്ക് കഴിഞ്ഞ ദിവസം താരിഫ് 60%-70% മേളിൽ താരിഫ് ഏർപ്പെടുത്തിയപ്പോഴത്തേക്ക് നമ്മുടെ പ്രധാനമന്ത്രി എന്താണ് ചെയ്തത്? ഞങ്ങൾ താരിഫ് ഏർപ്പെടുത്തിക്കോ, ഞങ്ങൾ ഇവിടുന്ന് സാധനം വാങ്ങുന്നില്ല, ഞങ്ങൾ അങ്ങോട്ട് കയറ്റി അയക്കുന്നില്ല, ഞങ്ങൾക്ക് ബിസിനസ് വേണ്ടെന്നേ അങ്ങനെ തന്റെ അടുത്തോട് പറഞ്ഞതാണ്. അപ്പം അങ്ങനെയുള്ള ഒരു സ്ഥിതിക്ക് നമ്മൾ ഉറപ്പായിട്ടും ഇതിനകത്തൊന്ന് മനസ്സിലാക്കേണ്ട കാര്യം വെച്ചെങ്കിൽ ഒരിക്കലും നമ്മൾ അമേരിക്കയെ അടിയറവ് പറഞ്ഞോ ഒന്നും അങ്ങനെ നിൽക്കുകയൊന്നുമല്ല. തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ പരമായ എന്തെങ്കിലും സ്ട്രാറ്റജി അതിന്റെ പുറകിലുണ്ടായിരിക്കും. നമുക്ക് എല്ലാവരെയും ഒരു മ്യൂച്വൽ ആയിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ നമ്മൾക്ക് എല്ലാവരെയും മിങ്കിൾ ചെയ്ത് കൊണ്ടുപോകണം. അവിടെ തന്നെയാണ് അതിന്റെ തന്ത്രവും. പിന്നെ എനിക്കൊരു കാര്യം പറഞ്ഞ് വൈകിട്ട് ചെയ്യാനുള്ളത്, നമുക്കിപ്പോ GCC കൺട്രീസിലെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് എണ്ണ സപ്ലൈ ഭീഷണിയുണ്ട്. അതായത് ഇപ്പൊ GCC കൺട്രീസിനെ വെച്ച് നോക്കുന്ന സൗദിയിൽ നിന്നും എണ്ണ സപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ നമുക്ക് ഉറപ്പായിട്ടും മറ്റ് രാജ്യങ്ങളിൽ നിന്ന് എണ്ണ സ്റ്റോക്ക് ചെയ്യേണ്ട അത്യാവശ്യമുണ്ട്. അല്ലെങ്കിൽ നമുക്കറിയാലോ പെട്രോള്
അങ്ങനെ ഡീസൽ അങ്ങനെ ക്രൂഡ് ഓയിലിന്റെ ക്ഷാമം വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈ നിൽക്കത്തില്ല, നമുക്കതില്ലാതെ നമുക്ക് ജീവിക്കാനും പറ്റത്തില്ല. അതുപോലെ തന്നെ ഗ്യാസ്, അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ നമ്മളതെല്ലാം കിട്ടുന്നിടത്തും എല്ലാം വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്യുന്നത് എന്നാണ് എന്റെ ഒരു അഭിപ്രായം. അല്ലാതെ അതിനകത്ത് വേറെ ഒരു കാര്യങ്ങളും ഒന്നുമില്ല, ആരെയും പേടിച്ചിട്ടൊന്നുമല്ല. മാക്സിമം നമുക്ക് ഷോർട്ടേജ് തോന്നുന്ന ആവശ്യത്തിലുള്ള കാര്യങ്ങൾ, നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ നേരത്തെ സ്വരുക്കൂട്ടി വെച്ചിരിക്കുന്നു എന്നൊക്കെ ഉള്ളതാണ്. നമ്മൾ അറിയാലോ, 2-3 ദിവസത്തിന് മുമ്പ് ഇന്ത്യയിലെ നോട്ടാൻ പ്രഖ്യാപിച്ചിട്ടിരിക്കുകയാണ്. അപ്പൊ തന്നെ അടുത്തൊരു യുദ്ധത്തിന് ഒരുങ്ങി തന്നെ ഇന്ത്യ ഇരിക്കുകയാണ്. പിന്നെ റഷ്യനാണെങ്കിലും നമ്മൾ ഓൾറെഡി ഇപ്പൊ 2-3 യുദ്ധ വിമാനങ്ങൾ, അതിന് സജ്ജമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഇപ്പൊ വാങ്ങിച്ചു കഴിഞ്ഞു. വേണമെന്ന് വ്ളാഡിമിർ പുടിനോട് നമ്മൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിന്റെ ഒരു അടിസ്ഥാനത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മളും അടുത്തൊരു യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ്. നമ്മളും എപ്പോൾ വരുമ്പോഴും അതിന് അത് സ്വീകരിക്കാൻ തയ്യാറാണ്. എന്താണ്, സിന്ധൂർ 2.0 വരുമെന്നാണ് എന്റെ ഒരു അഭിപ്രായം എന്നൊക്കെ പറഞ്ഞു വെക്കുകയാണെങ്കിൽ.